ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് എൻ്റെ റീസെൻ്റ് ആയ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പോർട്ട്ഫോളിയോ അപ്ഡേറ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. ഞാൻ ഈ സ്റ്റോക്ക് എന്തുകൊണ്ടാണ് വാങ്ങിച്ചത്, ഞാൻ ഈ സ്റ്റോക്കിൽ കാണുന്ന ഫ്യൂച്ചർ അപ്സൈഡ് എന്താണ്, ഫ്യൂച്ചർ ഡൗൺ സൈഡ് എന്താണ്, ഇതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇത് കഴിഞ്ഞ് നമുക്ക് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് ഒരുമിച്ച് വാല്യൂം ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്രേഡ്, രണ്ടാമത്തെ വെൽ സിമ്പിൾ. ക്വസ്റ്റ്രേഡിൽ നിങ്ങൾ ആദ്യത്തെ $1000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് $25 റഫറൽ ബോണസ് കിട്ടും. വെൽ സിമ്പിൾ നിങ്ങൾ ആദ്യത്തെ $100 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ $10 റഫറൽ ബോണസ് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ വാങ്ങിച്ച കമ്പനിയുടെ പേര് ഗുഡ് നാച്ചുറൽ പ്രൊഡക്ട്സ് എന്നാണ്. ഈ കമ്പനി കനേഡിയൻ മാർക്കറ്റിലും OTC മാർക്കറ്റിലും ട്രേഡ് ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഓൾമോസ്റ്റ് $250 million ആണ്. ഈ വീഡിയോയിൽ ആദ്യം ഞാൻ ഈ കമ്പനിയിൽ കാണുന്ന അപ്സൈഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, പിന്നെ ഞാൻ ഈ കമ്പനിയിൽ കാണുന്ന ഡൗൺ സൈഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, പിന്നെ ഞാൻ എത്ര ഷെയർ വാങ്ങിച്ചു, എത്ര പ്രൈസിനാണ് വാങ്ങിച്ചു, ഈ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഈ കമ്പനിയിൽ കാണുന്ന അപ്സൈഡിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ കമ്പനിയുടെ ബിസിനസ് എന്താണെന്ന് നോക്കാം. ഈ കമ്പനി ബയോ പ്ലാസ്റ്റിക്കും പിന്നെ പ്ലാൻ ബേസ്ഡ് പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് ആണ് സെൽ ചെയ്യുന്നത്. ഇവരുടെ പ്രൊഡക്ട്സ് ഒന്നല്ലെങ്കിൽ ബയോഡിഗ്രേഡബിൾ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ബൈ ദ എൻഡ് ഓഫ് 2021 കാനഡ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് എല്ലാം ബാൻ ചെയ്യുകയാണ്. ഇതിൽ നിന്ന് ഈ കമ്പനി നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും, കാരണം ഈ കമ്പനിയുടെ പ്രൊഡക്ട്സ് എല്ലാം ബയോഡിഗ്രേഡബിൾ അല്ലെങ്കിൽ റീസൈക്കിളബിൾ ആണ്. ഈ കമ്പനി ഇവരുടെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുന്നത് ചെറിയ കമ്പനീസിനെ അക്യൂർ ചെയ്താണ്. ഇവരുടെ ഈ സൈറ്റിലെ ഇൻഫർമേഷൻ വായിച്ചാൽ നിങ്ങൾക്കറിയാം, ബിക്കം എ നോർത്ത് അമേരിക്കാസ് ലീഡിംഗ് എർത്ത് ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് കമ്പനി ബൈ ഡെവലപ്പിംഗ് പ്ലാൻ ബേസ്ഡ് പ്രൊഡക്ട്സ് ആൻഡ് പാക്കിംഗ് and acquiring relevant companies that expand our assortment, customer base and market reach. ഇവർ ചെറിയ കമ്പനീസിനെ അക്യൂർ ചെയ്ത് അവരുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഇവരുടെ പ്ലാൻ ബേസ്ഡ് പ്രൊഡക്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യും. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇവർ ഈ പുതിയ കമ്പനീസിനെ അക്യൂർ ചെയ്യുമ്പോൾ അവരുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഇവർക്ക് കിട്ടുമ്പോൾ ഇവരുടെ ഇൻകം ഹൈ റേറ്റിൽ ഇൻക്രീസ് ആകും. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 2017 ഇവരുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ $2 million ആയിരുന്നു. പിന്നെ അത് 2018 അത് ഓൾമോസ്റ്റ് $3 million ആയി. പിന്നെ അത് 2019 ഓൾമോസ്റ്റ് $5 million ആയി. ഇത് ആനുവലി ആണ്. ഇനി നമുക്ക് ക്വാർട്ടർലി നോക്കാം. 2019 ലാസ്റ്റ് ക്വാർട്ടറിൽ ഇവരുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ 2.53 ആയിരുന്നു. പിന്നെ 2020 ആദ്യത്തെ ക്വാർട്ടറിൽ ഇവരുടെ റവന്യൂ 3.05 million ആയിരുന്നു. പിന്നെ അത് സെക്കൻഡ് ക്വാർട്ടറിലായപ്പോൾ 3.68 million ആയി. പിന്നെ തേർഡ് ക്വാർട്ടറിലായപ്പോൾ 4.66 million ആയി. ഇവരുടെ ഈ ഗ്രോത്ത് ഫ്യൂൽ ചെയ്യണം മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് ആണ്. ഇതവരുടെ ഇൻവെസ്റ്റേഴ്സ് പ്രസൻറ്റേഷനാണ്. നിങ്ങൾക്ക് കണ്ടറിയാം, 2020 ഇവർ 2 ഫേംസ് അക്യൂർ ചെയ്തു. ആദ്യത്തെ ഫേം ഇവർ അക്യൂർ ചെയ്തു 16.7 million, രണ്ടാമത്തെ ഫേം ഇവർ അക്യൂർ ചെയ്ത് 9.5 million. ഈ ഫേംസ് അക്യൂർ ചെയ്തത് കൂടി അവർക്ക് കിട്ടിയത് ഈ 2 ഫേംസിൻ്റെ ഫിക്സഡ് കസ്റ്റമേഴ്സാണ്. ഈ കാണിച്ചിരിക്കുന്ന ഇവരുടെ 6 year റവന്യൂ ഗ്രോത്ത് ആണ്. 2020 ഇവരുടെ 2 അക്വിസിഷൻ കാരണം ഇവരുടെ ടോട്ടൽ റവന്യൂ ഓൾമോസ്റ്റ് $16 million ആണ്. അത് നല്ലൊരു ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന അവർ 2017 മുതൽ 2020 വരെയുള്ള ക്വാർട്ടർലി ഗ്രോത്ത് ആണ്. ഇവർ 2017 മുതൽ 2020 വരെ ഇവർ ഓരോ ക്വാർട്ടറിലും ഇവരുടെ ഗ്രോത്ത് റേറ്റ് ഓൾമോസ്റ്റ് 35 to 38% ആണ്. അടുത്തൊരു പോസിറ്റീവ് സൈഡ് ഞാൻ കാണുന്നത്, ഈ കമ്പനിയുടെ 27% ഓൺ ചെയ്യുന്ന അവരുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇത് നല്ലൊരു സൈനാണ്. ഇവർക്ക് നല്ലൊരു സ്ട്രോങ് ലീഡർഷിപ്പ് തന്നെയുണ്ട്. ഇവരുടെ CEO ബെസ്റ്റ് ബൈ യൂറോപ്പിലെ CEO ആയിരുന്നു. ഈ കമ്പനി മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് 2021 ഗവൺമെൻറ്റ്സ് കൊണ്ടുവരാൻ പോകുന്ന സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാനാണ്. ടോട്ടൽ ഇൻഡസ്ട്രി $150 billion വാല്യൂ ചെയ്തിരിക്കുന്നത്. ഈ $150 billion ഇൻഡസ്ട്രി ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ഇങ്ങനത്തെ കമ്പനികൾക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും. കാണുന്ന ഇവിടെ പ്രൊഡക്റ്റ് ലൈനാണ്. ഇവർ പാക്കേജിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ജനറൽ മെർച്ചൻഡൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ആൻഡ് ബിസിനസ് സപ്ലൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇവരുടെ പ്രൈവറ്റ് ലേബലിംഗ് സർവീസസ് ഉണ്ട്. ഈ കാണുന്ന 3 പ്രൊഡക്ട്സും ഇവർ ഡയറക്റ്റ് ടു ബിസിനസ്സും ഡയറക്റ്റ് ടു കൺസ്യൂമേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരുടെ പ്രൊഡക്റ്റ് ലൈൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും സംശയമാണെങ്കിൽ ഈ പിക്ചർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഈ കാണുന്നൊരു കോഫി മഗ്ഗാണ്, ഇത് ഇവരുടെ പ്രൊഡക്റ്റാണ്. ഇതവർ പ്രൈവറ്റ് ലേബിൾ ചെയ്യും അവരുടെ സ്വന്തം റീസൈക്കിളബിൾ പ്രൊഡക്ട്സ് വെച്ചിട്ട്. പിന്നെ അടുത്ത കാണുന്ന ഈ റീസൈക്ലിംഗ് ബക്കറ്റാണ്. ഇത് ഡയറക്റ്റ് ടു കൺസ്യൂമേഴ്സ് അവർ ആമസോണിൽ വിൽക്കുന്നുണ്ട്. പിന്നെ ഈ മൂന്നാമത് കാണുന്ന ഈ ഡോണറ്റ്സ് പാക്ക് ചെയ്ത ഈ ബോക്സാണ്. ഇത് അവരുടെ ബയോഡിഗ്രേഡബിൾ പ്രൊഡക്ട്സ് വെച്ച് പാക്ക് ചെയ്ത ഡോണറ്റ് ബോക്സാണിത്. ഈ ഇമേജസ് കണ്ടപ്പോൾ ഇവർ സെൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഡൗൺ സൈഡിലേക്ക് പോകാം. ഈ കമ്പനി തുടങ്ങിയത് ഓൾമോസ്റ്റ് 2015 ആണ്. ഇതുവരെ ഈ കമ്പനി പ്രോഫിറ്റബിലിറ്റിയിൽ എത്തിയിട്ടില്ല. ഈ കമ്പനി ഇപ്പോഴും ക്യാഷ് ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്പനിയുടെ റവന്യൂ ഭയങ്കര റേറ്റിൽ കൂടുകയാണെങ്കിലും അതേ റേറ്റിൽ തന്നെ ഈ കമ്പനിയുടെ നെറ്റ് ലോസും കൂടുകയാണ്. അതാണ് എൻ്റെ സെക്കൻഡ് കൺസേൺ. അടുത്ത കൺസേൺ എന്ന് പറയുന്നത്, ഈ കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്നത് ഡയലൂഷനിലൂടെയും പിന്നെ എമൗണ്ട് ഓഫ് ഡെറ്റിലൂടെയാണ്. ഈ കമ്പനി റീസെൻ്റായിട്ട് ഒത്തിരി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് എല്ലാം ഡയലൂഷനിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദ കമ്പനി. അടുത്തൊരു ഡൗൺ സൈഡ് ഞാൻ കാണുന്നത്,
ഈ കമ്പനിയുടെ ടോട്ടൽ ഡെറ്റ് $21 million ആണ്. ഈ കമ്പനിയുടെ ക്യാഷ് ഓൾമോസ്റ്റ് $3.84 million ആണ്. ബട്ട് ഈ ടോട്ടൽ ഡെറ്റ് $21.63 million കാണിച്ചതിൽ കഴിഞ്ഞ വർഷം അവർ മെർജേഴ്സിൽ യൂസ് ചെയ്ത ഫണ്ട് $26 million ആയിരുന്നു. ഈ അക്യൂർ ചെയ്ത പുതിയ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന റവന്യൂ ഈ ടോട്ടൽ ഡെറ്റിനെ ജസ്റ്റിഫൈ ചെയ്യും. പിന്നെ ഈ കമ്പനിയുടെ കറണ്ട് റേഷ്യോ 1.46. ഈ കമ്പനിയുടെ കറണ്ട് അസറ്റ്സ് കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റിനെ ഓൾമോസ്റ്റ് ഇനി വരാനിരിക്കുന്ന 1.5 വർഷത്തേക്ക് കവർ ചെയ്യും. സോ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് അത്ര ഡേഞ്ചറലല്ല. സോ ഈ ഡയല്യൂഷൻ ആൻഡ് ഡെറ്റ് ഈ മിക്ക ഗ്രോയിങ് കമ്പനീസിലും കണ്ടുവരുന്നതാണ്. സോ ഇത് തന്നെയാണ് ഒരു ഗ്രോയിങ് കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കുള്ള റിസ്ക്. കമ്പനിയുടെ ഇനീഷ്യൽ സ്റ്റേജസ് ഈ കമ്പനിക്ക് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഭയങ്കര വലുതാണ്. സോ എൻ്റെ ലാസ്റ്റ് മേജർ കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ പ്ലാൻ ബേസ്ഡ് പ്ലാസ്റ്റിക് ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ഹീറ്റ്, ഓക്സിജൻ, മൈക്രോബ്സ് ഇങ്ങനത്തെ ഉള്ള ഫെസിലിറ്റീസ് വേണം. സോ ഈ ഫെസിലിറ്റീസ് മിക്ക സിറ്റീസിലും ഇപ്പോൾ അവൈലബിൾ അല്ല. ഈ പ്ലാൻ ബേസ്ഡ് പ്രോഡക്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഈ പ്രോഡക്ട്സ് ലാൻഡ് ഫില്ലിലേക്ക് തന്നെ പോയി ചേരാനാണ് ചാൻസസ് കൂടുതൽ. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സ്റ്റോക്ക് ഡൗൺ ആണ്. ഇതിന് കാരണം ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ട്രേഡേഴ്സ് ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ ഷോർട്ട് ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് ഈ സ്റ്റോക്ക് ഡൗൺ ആവാൻ കാരണം. സോ ഞാൻ ഗുഡ് നേച്ചർ പ്രൊഡക്ട്സിൻ്റെ 1000 സ്റ്റോക്ക് വാങ്ങിച്ചു. എൻ്റെ കോസ്റ്റ് വന്നത് $21 ആണ്. ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ $19 ആണ്. ഞാൻ ഇതിൻ്റെ അകത്ത് $20 ഡൗൺ ആണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഈ പ്ലാൻ ബേസ്ഡ് പ്ലാസ്റ്റിക്കിൻ്റെ മേജർ ബെനിഫിറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഈ പ്ലാൻ ബേസ്ഡ് പ്ലാസ്റ്റിക് നമ്മൾ സോയിലിൽ കളയുമ്പോൾ ഇത് കെമിക്കൽ എമിഷൻസ് ഒന്നും എമിറ്റ് ചെയ്യില്ല. മറിച്ച് പ്ലാസ്റ്റിക് നമ്മൾ സോയിലിൽ കളയുമ്പോൾ പ്ലാസ്റ്റിക്കിൽ നിന്ന് വരുന്ന എമിഷൻസ് ഫോസിൽ ഫ്യൂൾസിനെ നന്നായിട്ട് ബാധിക്കും. സോ അതാണ് ഇതിൻ്റെ മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ അതോടെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പീസ് ഔട്ട്.